രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നു. ശക്തമായ ഭാഷയിൽ വിദ്യാഭ്യാസ സംവിധാനം എത്രത്തോളം ദുഷിച്ചു പോയിരിക്കുന്നു, വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളുടെ കുടുംബത്തെയും അതെങ്ങനെയാണ് ബാധിക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ ദില്ലിയിലെ അതിക്രമത്തിന്റെ ദൃശ്യങ്ങളടക്കം സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, വോട്ട് ചോരിയുടെ സമയത്തും അദ്ദേഹം സമാനമായ രീതിയിലുള്ളൊരു വാർത്താ സമ്മേളന സമീപനമാണ് സ്വീകരിച്ചത്. സമാനമായ രീതിയിൽ എങ്ങനെയാണ് 153 പേപ്പർ ലീക്കുകൾ 10 വർഷത്തിനിടയിൽ ഉണ്ടായത്, 7.5 കോടി വിദ്യാർത്ഥികളെ അതെങ്ങനെയാണ് ബാധിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. രണ്ടാമത്തേത്, ഈ പോലീസ് അതിക്രമത്തിന് കാരണക്കാരായ ആളുകൾക്കെതിരെ നടപടി. മൂന്നാമത്തേത്, പ്രധാനമന്ത്രിയുടെ രാജി. ഈ കാര്യങ്ങൾക്ക് ശേഷം സംവിധാനത്തെ വീണ്ടും പുനഃക്രമീകരിക്കാമെന്ന ആവശ്യം കൂടിയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. എല്ലാ അർത്ഥത്തിലും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊപ്പമാണ് എന്നതുകൂടി രാഹുൽ ഗാന്ധി പറയുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഏറ്റവും ലെജിറ്റിമേറ്റ് ആണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നതിൽ കവിഞ്ഞ മറ്റൊരു കാര്യവും മുന്നോട്ട് വെക്കാനില്ല എന്നതുകൂടി അദ്ദേഹം പറയുന്നു. PR സുനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. PR സുനിൽ, മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഏറ്റമർദ്ദനമടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. താൻ അതിന് തയ്യാറാണ് എന്നും വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് എന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു. മധു, തീർച്ചയായും തനിക്കെതിരായ പോലീസ് നടപടിയിൽ യാതൊരു അതൃപ്തിയുമില്ല, യാതൊരു വിഷമവുമില്ല. പക്ഷേ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പോരാട്ടം കോൺഗ്രസ് ശക്തമാക്കും. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് ഈ പോരാട്ടം നടത്തുന്നത്. അതുകൊണ്ട് അവരുടെ ഭാവി സംരക്ഷിക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 3 ആവശ്യങ്ങൾ രാഹുൽ ഗാന്ധി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്നത്. അത് മാധു പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ്. രണ്ടാമത്തെ ആവശ്യം വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചവർക്കെതിരെ ശക്തമായ നടപടിയാണ്. മൂന്നാമത്തേത്, ഈ വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം. അതല്ല എങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ്. ഇതുകൂടാതെ തന്നെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന പോലീസുകാർ പലരും പറയുന്നുണ്ടായിരുന്നു തൻ്റെ ചെവിയിൽ താൻ രാജസ്ഥാൻകാരനാണ്, ഈ സർക്കാരിനെ മാറ്റണം, താൻ ഹരിയാനക്കാരനാണ്, ഈ സർക്കാരിനെ മാറ്റണം എന്ന്. അപ്പോൾ ഈ പോലീസ് തനിക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ച പോലീസുകാർ പോലും ഈ സർക്കാരിനെ, നരേന്ദ്രമോദി സർക്കാരിനെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. നീറ്റ് പരീക്ഷയ്ക്കായി ഓരോ വർഷവും കുട്ടികളും അവരുടെ കുടുംബവും ഒക്കെ തന്നെ ചിലവാക്കുന്ന പണത്തിന്റെ കണക്കും രാഹുൽ ഗാന്ധി പറഞ്ഞു. അത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകെ ബജറ്റിൽ നീക്കിവെക്കുന്ന തുകയോട് ഒപ്പം വരും. അപ്പോൾ ഇത്രയും പണം ചിലവാക്കി നടക്കുന്ന ഈ നീറ്റ് പരീക്ഷ, അതിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 152 പരീക്ഷകളിലാണ് ചോദ്യപേപ്പറുകൾ ചോർന്നത്. അപ്പോൾ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? വിദ്യാർത്ഥികളുടെ ഭാവി എങ്ങോട്ടാണ് പോകുന്നത്? വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെയുള്ള പോരാട്ടം കോൺഗ്രസ് ശക്തമാക്കും എന്ന് പറയാനാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത്. അതിന്റെ ഭാഗമായി 3 ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് വെക്കുകയുമാണ്. അപ്പോൾ ഈ ആവശ്യങ്ങൾ ഉയർത്തിയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ പോകുന്നത്. നാളെ പാർലമെന്റ് സമ്മേളനത്തിലും ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ ഭീകരവാദികളല്ല, രാജ്യത്തിന്റെ ഭാവിയാണ്, അവരെയാണ് ആക്രമിച്ചത്. അവരുടെ ഭാവിയെ സംരക്ഷിക്കപ്പെടണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി. അതോടൊപ്പം തന്നെ ഈ സന്ദീപ് ലാംബ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ ദൃശ്യങ്ങളടക്കം CJP പങ്കുവച്ച ദൃശ്യങ്ങളടക്കം വളരെ വ്യക്തവുമായിരുന്നു. നേരെ ചെന്ന് ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടിയുടെ കവിളടക്കം അടിക്കുകയാണ്. അവരുടെ നെയിം ബോർഡ് അടക്കം CJP പങ്കുവെക്കുകയും ചെയ്തു. ഈ തരത്തിൽ യാതൊരു ബഹുമാനമോ പരിഗണനയോ ഇല്ലാതെ, മനുഷ്യത്വമില്ലാതെ വിദ്യാർത്ഥികളോട് പ്രതികരിച്ച പോലീസുകാർക്കെതിരെ അടക്കം നടപടികൾ വേണമെന്നത് കൂടി ആവശ്യമായി വരുന്നു. തീർച്ചയായും വിദ്യാർത്ഥികൾ ഭീകരവാദികളല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. വിദ്യാർത്ഥികൾ ഭീകരവാദികളല്ല, അവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു പോരാട്ടം നടത്തിയത്, സമരം നടത്തിയത്. ആ പോരാട്ടത്തെ പോലീസ് നേരിട്ട രീതിയെയാണ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുന്നത്. ലാത്തിയുടെ തറ്റത്ത് ആണിയുള്ള ലാത്തികൾ, അതുപോലെ തന്നെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്ന് പറയുന്നു. ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥി പ്രതിഷേധത്തെ എങ്ങനെയാണ് പോലീസും കേന്ദ്രസേനയും കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മാധു പറഞ്ഞതുപോലെ തന്നെ ലാത്തി ഉപയോഗിച്ച് തലയ്ക്കടിക്കുക, തല നോക്കി മാത്രം അടിക്കുക, തലയടിച്ച് പൊട്ടിക്കുക. നിരവധി വിദ്യാർത്ഥികളുടെ തലയോട് പൊടിഞ്ഞു, നിരവധി വിദ്യാർത്ഥികളുടെ കൈയും കാലും പൊടിഞ്ഞു. നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടത് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം തുടങ്ങിയത്.